സ്റ്റേജിലേക്ക് പറഞ്ഞവനെ കയറി വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ കയറി വരാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പൂർണ്ണമായും കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം എല്ലാ ഉപസംഘടനകളും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് കാര്യം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ, അതിൻ്റെ ഉപദേശങ്ങൾ ഒക്കെ ബലപ്പെടുത്താനും അത് ശക്തിപ്പെടുത്താനുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരുപാട് പോഷക സംഘടനകൾക്ക് ഇവിടെ രൂപം നൽകിയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ചില പ്രത്യേകമാവുന്ന നിയമങ്ങളും അതിൻ്റെ മറ്റ് പല ഭരണഘടനാപരമായ മറ്റ് ശാസനകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ സംഘടനകളോടും പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പൂർണ്ണമായും കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം എല്ലാ ഉപസംഘടനകളും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇവിടെ നമ്മുടെ SKSF അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് വിഖായ എന്നുള്ളത്. ആ വിഖായന്റെ കുട്ടികളാണ് ഇവിടെ അധികം ജോലി ചെയ്യുന്നവർ. അതുപോലെ ആമില പോലത്തെ നമ്മുടെ സുന്നി വൻ സംഘത്തിൻ്റെയൊക്കെ പല സന്നദ്ധ പ്രവർത്തകരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ നേരെ ഈ പല ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ പല ആളുകളിൽ നിന്നും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ഏൽപ്പിക്കപ്പെട്ട സംഗതികൾ അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കർശനമായിട്ട് ചില സംഗതികളൊക്കെ അവർ ചെയ്യേണ്ടി വരും. കാരണം ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പാടില്ല, സ്റ്റേജിലേക്ക് പറഞ്ഞവനെ കയറി വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ കയറി വരാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചതാണ്. ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾ തടുക്കണം എന്നാ. ഞാൻ തന്നെ സ്റ്റേജിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾ തടുക്കണം. അതിന്റെ ബാഡ്ജില്ലാതെ ഞാൻ വന്നാൽ ഇനി അവർ തടുക്കണം. അതാണ് നിയമം. അപ്പൊ ആ നിലക്ക് അവർ പ്രവർത്തിക്കുമ്പോൾ അവര് എന്തെങ്കിലും വേതനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അവര് പൂർണ്ണമായ സേവനമാണ് അവർ ചെയ്ത്. ആലപ്പുഴയിൽ നമ്മൾ സമ്മേളനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ നിയമപാലകരും അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരൊക്കെ പ്രശംസിച്ചു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ മക്കളെ. കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ ആ ടൗണും ആ സമ്മേളനം നടന്ന അതിന്റെ പരിസരങ്ങളും അതൊക്കെ വളരെ ശുദ്ധീകരിച്ചു കൊണ്ടിട്ട് അത് പൂർവ്വസ്ഥിതിയേക്കാൾ ശുദ്ധീകരിക്കപ്പെട്ടതായിക്കൊണ്ട് അവര് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാവുന്ന വലിയ ആളുകളൊക്കെ പലരും എന്നോട് പറഞ്ഞു, ഇങ്ങനെ കാണാനും സംസാരിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മളെ കുട്ടികളെ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ നിങ്ങൾക്കില്ലെന്ന് ചോദിച്ചു. വളരെ ഉണ്ട് എന്ന് പറഞ്ഞു. വളരെ പ്രശംസിച്ചുകൊണ്ടാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പൊ അത് സമസ്ത കേരള ജമിയത്ത്